ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന പാലിലേക്ക് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഈ പാലൊന്ന് പിരിയിച്ചെടുക്കണം. കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് പാലൊക്കെ പിരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് പിരിഞ്ഞ് അതിൻ്റെ വെള്ളവും മലായിയും സെപ്പറേറ്റഡ് ആയിട്ട് വരണം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ആ ഒരു ഇതിലെത്തുന്ന വരെ നമ്മൾ കുറേശ്ശെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തെളിഞ്ഞ് വരും അതിൻ്റെ വെള്ളമൊക്കെ. എന്നിട്ട് മലായി സെപ്പറേറ്റഡ് ആയിട്ട് വരും. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇതിൽ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, നന്നായിട്ട് പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ വെള്ളമൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, മലായിയും വെള്ളവും സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴുക്കാം. ക്രീം ചീസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. എന്നാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്ക് എത്ര ക്രീം ചീസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പാല് കൂടുതൽ എടുത്താൽ മതി. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 60-70 ഗ്രാമോളം ക്രീം ചീസ് കിട്ടും. ഇനി ഞാനതൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാൻ ആ പാല് പിരിയിച്ച ആ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇതായിപ്പോൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും വെള്ളം ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ കേക്കിനൊക്കെയാണ് ക്രീം ചീസ് ആവശ്യമായിട്ട് തയ്യാറാക്കുന്നതെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അല്ല, നോർമലായിട്ട് നമ്മൾ ക്രീം ചീസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. വളരെ ടേസ്റ്റി അതുപോലെ ഹെൽത്തിയുമായ ക്രീം ചീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്രീം ചീസ് നമുക്ക് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ട്. എന്നാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ. എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.